പരിശുദ്ധ അമ്മ ലോകത്തിൽ പല ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്കറിയാം. അമ്മ മാതാവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ ദൂതുകൾ അറിയിച്ചു. അതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസമാണ്. ഇനി ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഒരേ ഒരു വഴിയുള്ളൂ, അത് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വഴിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തെ വീണ്ടെടുക്കുവാനായിട്ട്, ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട്, ഈ ലോകത്തിൻ്റെ അതിക്രമങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, സകലവിധ തിന്മകളിൽ നിന്ന് ഈ ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ സ്വർഗം നമുക്ക് തരുന്ന ഏക മാർഗം പ്രാർത്ഥനയും പരിത്യാഗവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കി ഈ നാളുകളിൽ നമ്മൾ കൂടുതൽ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് സഹനങ്ങൾ കൃപകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാൻ മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ ദിനങ്ങളിൽ സ്വർഗം അതിയായി ആഗ്രഹിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഇതിനുള്ള ബന്ധത്തിൽ തന്നെയാണ്. സ്വർഗത്തിൻ്റെ നിലവിളിക്ക് ആര് മറുപടി നൽകും? സ്വർഗത്തിൻ്റെ കണ്ണുനീരിനെ മറുപടി നൽകുവാൻ ഈ തലമുറയിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, തെസ്സലോനി സഭയ്ക്കെതി 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 20-21 വചനങ്ങളിൽ എന്താണ് ശ്ലീഹ സഭാ മക്കളോട് പറയുന്നത്? പ്രവചനങ്ങളെ നിന്ദിക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം ശ്രദ്ധിക്കണം, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പരിശുദ്ധ ത്രിത്വം അമ്മ മാതാവിലൂടെ, പരിശുദ്ധ മറിയത്തിലൂടെ നമുക്ക് നൽകുന്ന സ്വർഗീയമായ പ്രവചനങ്ങള്, കാലഘട്ടത്തിന്റെ സന്ദേശങ്ങള്, മാനസാന്തരത്തിന്റെ സന്ദേശങ്ങള്, അനുതാപത്തിന്റെ സന്ദേശങ്ങള്, പാപപരിത്യാഗത്തിനുള്ള സന്ദേശങ്ങള്, ഇത് നമ്മൾ അവഗണിക്കരുത്. നമ്മൾ ഇത് വിട്ടുകളയരുത്. ഇത് നമ്മുടെ കാര്യമല്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ ചവിട്ടിക്കളയരുത്. പരിശുദ്ധാത്മാവ് പറയാ, സ്വർഗീയ പ്രവചനങ്ങളെ, പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് നൽകുന്ന പ്രവചനങ്ങളെ നിന്ദിക്കരുത്, അവഗണിക്കരുത്. അതിനെ നമ്മൾ മറന്ന് മുന്നോട്ട് പോകരുത്. തുടർന്ന് എന്താണ് വചനം പഠിപ്പിക്കുന്നത്? എല്ലാം പരിശോധിച്ചു നോക്കുക, എല്ലാം പരിശോധിച്ചു നോക്കുക. നമ്മളെല്ലാം പരിശോധിക്കണം. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നമ്മളൊരു സുവിശേഷ പ്രസംഗം കേട്ട് അതിൻ്റെ പുറകെ പോവല്ല. നമുക്കറിയാം, ഇന്ന് ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകൾ, സെക്റ്റുകളൊക്കെ ഒരുപാട് ഇന്ന് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ആശയങ്ങൾ പറയാനും പ്രചരിപ്പിക്കുവാനും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് വളരെ വളരെ എളുപ്പമാണ്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന പ്രബോധനങ്ങൾ, നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, ഇത് സഭയുടെ പ്രബോധനങ്ങൾക്ക്, വിശ്വാസ സത്യങ്ങൾക്ക്, കർത്താവിൻ്റെ വചനത്തിന്, സഭയുടെ പാരമ്പര്യങ്ങൾക്ക് ചേർന്നതാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മളത് വിവേചിച്ചറിയണം. പൗലോസ്ലീഹ ദൈവജനത്തോട് പറയുക, നിങ്ങളെല്ലാം പരിശോധിച്ച് നോക്കണം. കാരണം വളരെ വഴിതെറ്റിപ്പോകുന്ന ഒരുപാട് വ്യക്തികൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. ശരിയായ വഴിയിൽ നിന്ന് അവർ വ്യതിചലിച്ചപ്പെട്ടു പോകുന്നു. പലരും അന്യമത വിശ്വാസങ്ങളിലേക്ക് പോകുന്നു. പലരും പല സെക്റ്റുകളിലേക്ക് പോകുന്നു. മറ്റു പലരും പല പ്രത്യയ ശാസ്ത്രങ്ങളുടെ പുറകെ പോകുന്നു. വേറെ ചിലരെ വളരെ വിചിത്രങ്ങളായ പ്രബോധനങ്ങളിൽ ആകൃഷ്ടരായി സത്യവിശ്വാസം ഉപേക്ഷിച്ച്, സഭ ഉപേക്ഷിച്ച് അവർ പലപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഇത് പിശാചിന്റെ ട്രാപ്പാണ്, സാത്താൻ വയ്ക്കുന്ന കെണികളാണ്. ഇതാണ് പരിശുദ്ധാത്മ പറയുന്നത്, നിങ്ങൾ പരിശോധിച്ച് നോക്കി നല്ലവയെ മാത്രം, സഭയോട് ചേർന്ന് വിശ്വാസ സത്യങ്ങളോട് ചേരുന്ന, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തോട് ചേരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ മുറുകെ പിടിക്കണം. ബാക്കി സകലത്തിനെയും നമ്മൾ വിട്ടുകളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വീണ്ടും സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ശ്ലീഹ സഭാ മക്കളെ പഠിപ്പിക്കുകയാണ്.
താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ എന്താണ് പത്രോസ്ലീഹ പറയുന്നത്? സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുക. ശ്രദ്ധിക്കണമേ ഈ വചനം, നമ്മളിത് അവഗണിക്കരുത്, ഇതറിയാതെ പോകരുത്. എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്? സകലത്തിന് അവസാനം സമീപിച്ചിരിക്കുന്നു. നമുക്കറിയാം, കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അവസാന മണിക്കൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ലോകം അവസാനിക്കുന്നല്ല എൻ്റെ അർത്ഥം. ഈ പാപയുഗത്തിന് കർത്താവ് ഒരു അറുതി വരുത്താൻ പോവുക. തിന്മ നിറഞ്ഞ, പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിന് ദൈവം അറുതി വരുത്തി കൃപയുടെ, സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ ഒരു പുതിയ യുഗം ദൈവം നമുക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇതുപോലെ ലോകത്തിന് അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഇതാണ് പരിശുദ്ധാത്മ പറയുന്നത്. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു.